ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ച വടകര തുണേരി വെള്ളൂർ സ്വദേശി കളരിയുള്ളതിൽ അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. പുലർച്ചെ 2:30 കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം 5 മണിക്ക് തുണേരിയിലെ വീട്ടിലെത്തിച്ചു. 8 മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാരം. അനീഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, ഇന്ന് 8 മണിയോടെ സംസ്കാരം നടക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ആ 8 മണിക്ക് തന്നെ സംസ്കാരം നടക്കാനുള്ള സാധ്യതയുണ്ടോ? മറ്റു നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായോ? അങ്ങേയറ്റം ദാരുണമായ ഒരു അപകടമാണ് ഖത്തറിൽ ഉണ്ടായത്. ലോകത്ത് തന്നെ ഏറ്റവും തിരക്കേറിയ പ്ലാന്റുകളിൽ ഒന്നാണ് ഈ അപകടം നടന്ന പ്ലാന്റ്. അവിടെ 12 ഇന്ത്യക്കാരും ഒരു പാകിസ്ഥാൻ സ്വദേശിയുമാണ് അപകടത്തിൽ മരിക്കുകയും ചെയ്തത്. സാങ്കേതിക തകരാറുകൾ മൂലമാണ് ഈ അപകടം നടന്നതെന്ന് അധികൃതർ വിശദീകരിക്കുകയും ചെയ്തു. എന്തായാലും അപകടം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം രാവിലെയാണ് അർജുന്റെ മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്ത്. അതിനുശേഷം മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ഇന്ന് പുലർച്ചയോടുകൂടി കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിക്കുകയും ചെയ്തു. തുടർന്ന് ഒരു 6 മണിക്ക് ശേഷമാണ് വടകര തൂണേരിയിലെ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചത്. 8 മണിക്ക് തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് നേരത്തെ അറിയിച്ചത്. പക്ഷേ സമയക്രമം ഒരല്പം മാറാനുള്ള സാധ്യതകളുണ്ട്. കാരണം നേരത്തെ 2:30 വിമാനത്താവളത്തിൽ എത്തിക്കുന്ന മൃതദേഹം 5 മണിയോടെ വീട്ടിലെത്തിക്കും എന്നാണ് അറിയിച്ചത്. ആ സമയക്രമത്തിൽ ഒരല്പം മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതനുസരിച്ചുള്ള ഒരു സമയമാറ്റം ഇക്കാര്യത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും 4 വർഷമായി അർജുൻ ദുബായിലെ കമ്പനിയിൽ പ്ലാന്റ് സൂപ്പർവൈസറായി ജോലി ചെയ്തു വരികയായിരുന്നു. അടുത്ത കാലത്താണ് കരാർ കമ്പനി വഴി ഈ ദുബായിൽ നിന്ന് ഖത്തറിലേക്ക് ജോലിക്ക് മാറുകയും ചെയ്ത് അതിനുശേഷം അവിടെ ഏതാനും മലയാളികളൊക്കെ ജോലി ചെയ്യുന്നുമുണ്ടായിരുന്നു. അങ്ങനെ കൃത്യമായി ജോലിയിൽ ശ്രദ്ധിക്കുന്ന ഒരു ആളെന്ന രീതിയിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ കൂടിയായിരുന്നു അർജുൻ. അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഈ സ്ഫോടനം ഉണ്ടാവുകയും അദ്ദേഹത്തിന് മരണത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി വരികയും ചെയ്തത്. പുറമേരി വെള്ളൂർ കളരിയുള്ളതിൽ ബാബുവിന്റെയും സീനയുടെയും മകനാണ് അർജുൻ. ഇദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞ ജനുവരിയിൽ മാത്രമായിരുന്നു. ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ വിവാഹം. ആ ചടങ്ങിലൊക്കെ പങ്കെടുത്ത ശേഷം തിരിച്ച് വീണ്ടും ജോലി സ്ഥലത്ത് എത്തിയപ്പോഴാണ് ഈ അപകടം ഉണ്ടായിരുന്നത്. എന്തായാലും ഈ അപകടം നടക്കുമ്പോൾ 30ഓളം ജീവനക്കാർ ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. അതിൽ പലർക്കും നിസാരമുള്ളതും സാരമായതും ഒക്കെ പരിക്കുകൾ ഏറ്റിട്ടുണ്ടായിരുന്നു. ആകെ 5 മലയാളികൾ ഈ സംഭവ സമയത്ത് സ്ഥലത്ത് ഉണ്ടാവുകയും ചെയ്തിരുന്നു. മരിച്ചവരുടെ പട്ടികയിൽ ഏക മലയാളിയായി ഉൾപ്പെട്ടിരിക്കുന്നത് അർജുനാണ്. കാസർഗോഡ്, വയനാട് സ്വദേശികളായ ആളുകൾക്കൊക്കെ പരിക്ക് പറ്റിയെങ്കിലും അവരുടെ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ നേരത്തെ തന്നെ പറഞ്ഞത്. ഇവരൊക്കെ നിസ്സാര പരിക്കുകൾക്ക് ആശുപത്രിയിൽ ചികിത്സ നേടിയ ശേഷം പിന്നീട് തിരിച്ച് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും വളരെ ദാരുണമായ ഒരു അപകടം തന്നെയാണ് ഉണ്ടായത്. സംഭവ ദിവസം നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അന്ന് അർജുൻ എടുത്തിരുന്നത്. തൊട്ടു മുമ്പും ഈ അപകടം അല്ലെങ്കിൽ ഈ പൊട്ടിത്തെറി ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പും ചില രേഖകളൊക്കെ സഹപ്രവർത്തകനെ ഏൽപ്പിച്ച ശേഷം ശുചിമുറിയിലേക്ക് പോയതായിരുന്നു അർജുൻ. ഈ പൊട്ടിത്തെറി നടന്ന ശേഷം വളരെ വിശദമായി തന്നെ പരിശോധനകൾ നടത്തിയെങ്കിലും ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീടാണ് ഈ വാഷ്റൂമിൽ ശുചിമുറിയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്ത് വലിയ ശബ്ദത്തോടുകൂടിയുള്ള വലിയ സ്ഫോടനമാണ് നടന്നത്. ഏതാണ്ട് 100-200 മീറ്റർ അകലെയുള്ള കെട്ടിടങ്ങളുടെ പോലും അല്ലെങ്കിൽ ഓഫീസുകളുടെ പോലും ചില്ലകളും മറ്റും പൊട്ടി വീഴുന്ന രീതിയിലുള്ള ഒരു അപകടമാണ് നടന്നത്. എന്തായാലും അപകടത്തെക്കുറിച്ചൊക്കെ വിശദമായ അന്വേഷണം ഖത്തർ സർക്കാർ ഇതിനകം തന്നെ നടത്തുന്നുണ്ട്. മറ്റ് നടപടിക്രമങ്ങളൊക്കെ സർക്കാർ തലത്തിൽ പൂർത്തിയാക്കിയ ശേഷമാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും അങ്ങേയറ്റം ദാരുണമായ ഒരു അപകടമാണ് ഉണ്ടായത്. വളരെയേറെ പ്രതീക്ഷകളോടുകൂടി വിദേശത്തേക്ക് ജോലിക്ക് പോയ ഒരു സ്ഥിരോത്സാഹിയായ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറായ യുവാവിനാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞിട്ട് പോലും അധിക നാൾ ആയിട്ടുമുണ്ടായിരുന്നില്ല. ശരി, എം സനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.